ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് സത്യം എപ്പോഴും വിജയിക്കുന്നു. ട്രൂത്ത് ആൾവേസ് വിൻസ്. സത്യം എന്ന് വെച്ചാൽ ട്രൂത്ത്, എപ്പോഴും ആൾവേസ്, വിജയിക്കുക വിൻസ്. അപ്പം സത്യം എപ്പോഴും വിജയിക്കുന്നു, ട്രൂത്ത് ഓൾവേസ് വിൻസ്. ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 15 പോയിൻറ്റ്സ് ആയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കാര്യം പോയിൻറ്റ് വൈസ് ഈ കഥ പോയിൻറ്റ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ പോയിൻറ്റ് വൈസ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ഒരു അമ്മയും മകളും ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ നോക്കാം. അമ്മ എന്ന് വെച്ചാൽ എന്താ? മദർ. മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. ഗ്രാമം വില്ലേജ്. താമസിക്കുക ഇംഗ്ലീഷ് വേണം എന്താ? ലീവ്ഡ്. അല്ലെങ്കിൽ താമസിക്കുക ആയിരുന്നു, താമസിക്കുകയാണ്, ലീവ്. ലീവ് എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നത്, ലീവ് പാസ്റ്റ് ഫോം ലീവ്ഡ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എ മദർ, എ മദർ ആൻഡ് ഡോട്ടർ. ഡോട്ടർ എന്ന് വെച്ചാൽ എന്താ? മകൾ. എ മദർ ആൻഡ് ഡോട്ടർ lived in a എവിടെ? സ്മോൾ, ചെറിയൊരു വില്ലേജിലാണ് താമസിച്ചിരുന്നത്. ഗ്രാമത്തിൽ, ചെറിയ ഗ്രാമം, സ്മോൾ വില്ലേജ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഒരു അമ്മയും മകളും ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു. എ മദർ ആൻഡ് ഡോട്ടർ ലീവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇതാണ് നമ്മുടെ കഥയുടെ ഫസ്റ്റ് പോയിന്റ്. നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? അമ്മ ദയയുള്ളതും അധ്വാനശീലമുള്ളതുമായിരുന്നു. അപ്പോൾ ഇവിടെ അമ്മ എന്ന് വെച്ചാൽ മദർ. ദയയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കൈൻഡ്. അധ്വാനശീലം എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അമ്മ ദയയുള്ളതും അധ്വാനശീലമുള്ളതുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. The mother was. ഇവിടെ എന്താ വാസ് വന്നത്? നമ്മളിതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ് പറയുന്നത്. അമ്മ ദയുള്ളതും അധ്വാനശീലമുള്ളതുമായിരുന്നു. അപ്പോൾ ആ ഒരു പാസ്റ്റ് സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാസ് യൂസ് ചെയ്യുന്നത്. കാര്യം ഇപ്പം നടക്കുന്ന കാര്യമല്ല പറയണത്, നമ്മൾ നേരത്തെ ഉള്ളൊരു സ്റ്റോറി പറയുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദ മദർ വാസ് നമ്മൾ യൂസ് ചെയ്തത്. എന്താ? ദയയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കൈൻഡ്. ദ മദർ വാസ് കൈൻഡ്. പിന്നെന്താ? അധ്വാനശീലയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ദ മദർ വാസ് കൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അമ്മ ദയയുള്ളതും അധ്വാനശീലമുള്ളതുമായിരുന്നു. ദ മദർ വാസ് കൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. അപ്പോൾ തേർഡ് പോയിന്റ്, അവൾ മകളെ എല്ലായ്പ്പോഴും നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ അവൾ എന്ന് വെച്ചാൽ അമ്മയാണ് നമ്മൾ അവൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ ഷീ, മകൾ ഡോട്ടർ. എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് വേർഡ് എന്ന് വെച്ചാൽ എന്താ? ആൾവേസ്. ഓൾവേസ്, എല്ലായ്പ്പോഴും, ഓൾവേസ്. നല്ല മൂല്യങ്ങൾ, നല്ലതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഗുഡ്. മൂല്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വാല്യൂസ്. അവൾ മകളെ എല്ലായ്പ്പോഴും നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. എല്ലായ്പ്പോഴും, ഷീ ആൾവേസ്. ഇപ്പം പഠിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് എന്താ? ടോട്ട്. കാര്യം ഇത് നമ്മൾ എന്താ ടോട്ട് എന്ന് എഴുതിയത്? പഠിപ്പിച്ചു. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഇത് പ്രസൻറ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ടീച്ച് എന്ന് പറയാം. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോട്ട്. അപ്പം നമ്മളിവിടെ ടോട്ട് എഴുതി. ഷീ ആൾവേസ് ടീച്ച് അല്ല എഴുതിയത്, ഷീ ആൾവേസ് ടോട്ട്. നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്, അതുകൊണ്ടാണ് ടോട്ട് എഴുതിയത്. ഷീ ആൾവേസ് ടോട്ട് ഹെർ ഡോട്ടർ. എന്താ അവളുടെ ഡോട്ടറിനെ എപ്പോഴും പഠിപ്പിച്ചത്? ഗുഡ് മൂല്യങ്ങൾ, നല്ല മൂല്യങ്ങൾ. അപ്പോൾ ഗുഡ് മൂല്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മൂല്യങ്ങൾ എന്ന് വെച്ചാൽ വാല്യൂസ്. അപ്പോൾ ഷീ ആൾവേസ് ടോട്ട് ഹെർ ഡോട്ടർ ഗുഡ് വാല്യൂസ്. അവൾ മകളെ എല്ലായ്പ്പോഴും നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു. ഷീ ആൾവേസ് ടോട്ട് ഹെർ ഡോട്ടർ ഗുഡ് വാല്യൂസ്. ഇതാണ് തേർഡ് പോയിന്റ്.
അപ്പോൾ നമുക്ക് 4th പോയിന്റ് പഠിക്കാം. അപ്പോൾ 4th പോയിന്റ്, ഒരു ദിവസം മകൾ വഴിയിൽ ഒരു പേഴ്സ് കണ്ടെത്തി. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? 1 day. ആരാ കണ്ടെത്തിയത്? മകളുടെ ഇംഗ്ലീഷ് വേർഡ് ഡോട്ടർ. അപ്പോൾ വഴി എന്ന് വെച്ചാൽ എന്താ? വഴിയുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ റോഡ് അല്ലെങ്കിൽ വേ. അപ്പം ഒരു പേഴ്സ് എന്താ കണ്ടെത്തിയത്? ഒരു പേഴ്സ് കണ്ടെത്തി. അപ്പം കണ്ടെത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഫൈൻഡ്. അപ്പോൾ ഇവിടെ കണ്ടെത്തി, ഇത് പാസ്റ്റ് ഫോമിലാണ് എഴുതിയേക്കണേ. അപ്പോൾ ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഫൗണ്ട്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു ദിവസം മകൾ വഴിയിൽ ഒരു പേഴ്സ് കണ്ടെത്തി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കുന്നത്? ഒരു ദിവസം 1 day. 1 day മകൾ, the daughter. 1 day the daughter എന്താ? കണ്ടെത്തി. അപ്പോൾ ഫൗണ്ട്. ഇവിടെ എന്താ നമ്മൾ ഫൗണ്ട് എഴുതിയത്? ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട്. അപ്പോൾ കണ്ടെത്തി പാസ്റ്റ് ടെൻസ് അല്ലേ ഇവിടെ പറയണേ? കണ്ടെത്തി, പോയ കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മൾ ഫൗണ്ട് എഴുതി ഇവിടെ. അപ്പോൾ 1 day the daughter found ഒരു പേഴ്സ്. അപ്പോൾ എ പേഴ്സ്. ഇവിടെ നമ്മൾ ഒരു പേഴ്സ്. ഇപ്പോൾ 2 ഇപ്പം നമ്മൾ എ എഴുതാൻ കാരണം ഇപ്പോൾ നമ്മൾ ഒരു പേഴ്സ് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 അല്ലാതെ നമുക്ക് 2 പേഴ്സ് ആണെങ്കിൽ 2, പക്ഷേ ഒരു പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 പേഴ്സ് എഴുതാൻ പറ്റില്ല. എ പേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ 1 day the daughter found a purse. എവിടെയാണ്? നമ്മൾ വഴിയിലാണ് കണ്ടത്. പേഴ്സ് on the road. അപ്പം ഞാനിവിടെ റോഡ് എന്നാണ് എഴുതുന്നത്. അപ്പം വഴി on the way എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എഴുതുന്നത് റോഡ്, on the road. അപ്പോൾ 1 day the daughter found a purse on the road. ഒരു ദിവസം മകൾ വഴിയിൽ ഒരു പേഴ്സ് കണ്ടെത്തി. ഇതാണ് നമ്മുടെ കഥയുടെ 4th പോയിന്റ്. നമുക്ക് 5th പോയിന്റ് നോക്കാം. അപ്പോൾ 5th പോയിന്റ് എന്താ? അത് മുഴുവൻ പണമായിരുന്നു. ഇവിടെ അതെന്ന് ഉദ്ദേശിക്കുന്നത് ആ പേഴ്സ് മുഴുവൻ പണമായിരുന്നു എന്നാണ് പറയണത്. അത് മുഴുവൻ പണമായിരുന്നു. ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം അത് മുഴുവൻ എന്ന് വെച്ചാൽ ഫുൾ ഓഫ് പണമായിരുന്നു. പണത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? മണി. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? ഇറ്റ് വാസ് ഫുൾ ഓഫ് മണി. അത് മുഴുവൻ പണമായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 6th പോയിന്റ് എന്താ? പണം കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഇവിടെ അവൾ ഉദ്ദേശിച്ചത് മകൾ അവൾ പണം കണ്ടില്ലേ? ആ കുട്ടി പണം കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഇവിടെ പണം എന്ന് വെച്ചാൽ എന്താ? മണി. കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ വെൻ ഷീ സാ. അപ്പം എപ്പോഴാണോ അവൾ പണം കണ്ടത്, അപ്പം അങ്ങനെ കണ്ടപ്പോൾ. അപ്പം നമ്മളത് എഴുതുമ്പം വെൻ ഷീ സാ. അപ്പം ഇവിടെ എന്താ നമ്മൾ സാ പറയണ? നമുക്ക് ഇത് സിയുടെ പാസ്റ്റ് ഫോമാണ് സാ. കാര്യം ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. പണം കണ്ടപ്പോൾ. അപ്പം നമ്മൾ ഇവിടെ സാ യൂസ് ചെയ്തിട്ട് എഴുതണം. അവൾക്ക് വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി. സന്തോഷം, ഹാപ്പി. പണം കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. She was very. ഇവിടെ എന്താ വാസ് നമ്മൾ യൂസ് ചെയ്തത്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. പണം കണ്ടപ്പോഴല്ലേ അവൾക്ക് വളരെ സന്തോഷമായി. അതൊരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തത്. ഷീ വാസ് വെരി ഹാപ്പി. എപ്പോഴാണ് ഹാപ്പി ആയത്? കണ്ടപ്പോൾ, പണം കണ്ടപ്പോൾ. ഷീ വാസ് വെരി ഹാപ്പി വെൻ ഷീ സാ ദ മണി. സാ. ഇവിടെ എന്താ നമ്മൾ സാ യൂസ് ചെയ്തത് എന്താ? സിയുടെ പാസ്റ്റ് ഫോം ആണ് സാ. അപ്പോൾ വെൻ ഷീ സാ ദ മണി, അതാണ് നമ്മൾ സാ യൂസ് ചെയ്തത്. വെൻ ഷീ സാ ദ മണി. അപ്പം എന്താ? ഷീ വാസ് വെരി ഹാപ്പി വെൻ ഷീ സാ ദ മണി. പണം കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഇതാണ് 6th പോയിന്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് 7th പോയിന്റ് എന്താണെന്ന് നോക്കാം. കഥയുടെ നെക്സ്റ്റ് പോയിന്റ്.
അപ്പോൾ 7th പോയിന്റ് എന്താ? അവൾ വീട്ടിലേക്ക് ഓടി, അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. അപ്പം ആ പേഴ്സ് ഫുൾ പൈസ അല്ലായിരുന്നു, അത് കണ്ടിട്ട് അവൾ വീട്ടിലേക്ക് ഓടി അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. വീടെന്ന് വെച്ചാൽ ഹൗസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോം. ഓടുക, ഓടുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റൺ. അപ്പോൾ ഇവിടെ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ റണ്ണിന് പകരം നമ്മൾ റാൻ യൂസ് ചെയ്താണ് എഴുതാൻ പോകുന്നത്. എന്നിട്ട് എന്താ അവൾ ചെയ്തത്? അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. കാണിക്കുക എന്ന് വെച്ചാൽ എന്താ? കാണിച്ചു കൊടുത്തു. ഷോ, കാണിക്കുക, ഷോ. ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു പോയ കാര്യമാണ്. നമ്മൾ ഷോയുടെ കൂടെ ഈഡിയും കൂടെ ചേർത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഷോഡ്. അപ്പം എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അവൾ വീട്ടിലേക്ക് ഓടി. ഷീ റാൻ ഹോം. ഇവിടെ എന്താ റാൻ വന്നെന്ന് അറിയാമല്ലോ? റണ്ണിൻ്റെ പാസ്റ്റ് ഫോമാണ് റാൻ. അതാണ് നമ്മൾ റാൻ എഴുതിയത്. ഷീ റാൻ ഹോം ആൻഡ് എന്താ അവൾ ചെയ്തത്? അമ്മയെ കാണിച്ചല്ലോ. അപ്പോൾ ഷീ റാൻ ഹോം ആൻഡ് ഷോഡ്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്യുവാണേ. ഇത് ഷോഡ് ആയതെന്താ? ഇ ഡി നമ്മൾ യൂസ് ചെയ്തു, കാര്യം ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഷീ റാൻ ഹോം ആൻഡ് ഷോഡ് ഇറ്റ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത് ആ പേഴ്സിനെയാണ്. ആ പേഴ്സും ആ പൈസ ഇല്ലേ, അതിനെയാണ് ഫുള്ളായിട്ട് ഇറ്റ് എന്ന് പറയണത്. ഷീ റാൻ ഹോം ആൻഡ് ഷോഡ് ഇറ്റ്. ആരെ കാണിച്ചത്? ടു ഹർ മദർ, അവളുടെ അമ്മയെ. ഷീ റാൻ ഹോം ആൻഡ് ഷോഡ് ഇറ്റ് ടു ഹർ മദർ. അപ്പോൾ അവൾ വീട്ടിലേക്ക് ഓടി അമ്മയ്ക്കത് കാണിച്ചു കൊടുത്തു. ഇതാണ് 7th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 8th പോയിന്റ് എന്താ? അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അമ്മ മകളോട് ചോദിച്ചു. അപ്പോൾ എന്താ നമ്മൾ ഇവിടെ എങ്ങനെയാ? ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം? അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അമ്മ മകളോട് ചോദിച്ചു. അപ്പം ഇവിടെ അമ്മ മകളോട് ചോദിച്ചു. അമ്മ, മദർ, മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. ചോദിക്കുക, ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്കിവിടെ ആസ്കിന് പകരം ആസ്കിൻ്റെ കൂടെ ഇ ഡി ചേർത്തിട്ട് ആസ്ക് എന്ന് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതെവിടെ നിന്ന് കിട്ടി? അതെങ്ങനെ നമുക്ക് എഴുതേണ്ടത്? വേർ ഷീ. അതെവിടെ നിന്ന്? വേർ ഷീ ഗോട്ട് ഇറ്റ്. കിട്ടുക എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വേർ ഷീ ഗോട്ട് എഴുതാൻ പോവുകയാണ്. നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതെവിടെ നിന്ന് കിട്ടി? അമ്മ മകളോട് ചോദിച്ചു. മദർ ആസ്ക്ഡ്. ഇവിടെ എന്താ ഇ ഡി വന്ന്? പാസ്റ്റ് സെൻറ്റൻസ് ആയതുകൊണ്ട് മദർ ആസ്ക്ഡ് ഡോട്ടർ. മകളോട് ചോദിച്ചു. മദർ ആസ്ക്ഡ് ഡോട്ടർ. വേർ, എവിടെ നിന്ന്? വേർ ഷീ ഗോട്ട് എന്ന് വെച്ചാൽ ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് എഴുതുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവുന്നു. അപ്പം ഇത് എവിടെ നിന്ന് കിട്ടി എന്നല്ലേ ചോദിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി? അപ്പം വേർ ഷീ ഗോട്ട് എന്ന് വെച്ചാൽ ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. വേർ ഷീ ഗോട്ട് ഇറ്റ്. അതെവിടെ നിന്ന് കിട്ടി? അപ്പം എൻ്റെ മദർ ആസ്ക്ഡ് ഡോട്ടർ വേർ ഷീ ഗോട്ട് ഇറ്റ്. അതെവിടെ നിന്ന് കിട്ടി എന്ന് അമ്മ മകളോട് ചോദിച്ചു. ഇതാണ് 8th പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, ഒരു സെൻറ്റൻസ് നമ്മൾ പാസ്റ്റ് ഫോമിൽ എഴുതുമ്പം അത് ഇപ്പം ആസ്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ആസ്ക്, ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം ഗോട്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സെൻറ്റൻസ് എഴുതേണ്ടത്. അപ്പം നമുക്ക് 9th പോയിന്റ് നോക്കാം. അപ്പോൾ 9th പോയിന്റ് എന്താ? മകൾ അവളുടെ അമ്മയോട് സത്യം പറഞ്ഞു. മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. അവളുടെ അമ്മ ഹെർ മദർ. അമ്മ എന്ന് വെച്ചാൽ മദർ. അവളുടെ അമ്മ ഹെർ മദർ. സത്യം ട്രൂ. പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് എങ്ങനെ എഴുതാമെന്ന് ഇവിടെ നോക്കാം. മകൾ അവളുടെ അമ്മയോട് സത്യം പറഞ്ഞു. ദ ഡോട്ടർ പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോൾഡ്, പറയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടെൽ. അപ്പോൾ ടെലിൻ്റെ പാസ്റ്റ് ഫോം ആണ് ടോൾഡ്. അതാണ് നമ്മളിവിടെ ടോൾഡ് എഴുതിയത്.
അപ്പം നിങ്ങൾ വിചാരിക്കും ടെൽ എന്താ എഴുതാഞ്ഞത്? കാര്യം ഇത് പാസ്റ്റ് ഫോം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ടെൽ മാറ്റി ടോൾഡ് എഴുതിയത്. ദ ഡോട്ടർ ടോൾഡ് ഹെർ മദർ. എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞു. എന്തൊക്കെ സംഭവിച്ചു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് സത്യം. അപ്പോൾ സത്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ട്രൂ അല്ലെങ്കിൽ ട്രൂത്ത്. ദ ഡോട്ടർ ടോൾഡ് ഹെർ മദർ ദ ട്രൂത്ത്. മകൾ അവളുടെ അമ്മയോട് സത്യം പറഞ്ഞു. ദ ഡോട്ടർ ടോൾഡ് ഹെർ മദർ ദ ട്രൂത്ത്. ഇതാണ് 9th പോയിന്റ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 10th പോയിന്റ് എന്താ പറയണേ? അത് ഉടമയ്ക്ക് തിരികെ കൊടുക്കൂ എന്ന് അമ്മ മകളോട് പറഞ്ഞു. അപ്പോൾ ഉടമയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഓണർ. തിരികെ കൊടുക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് ഇന്ത്യ ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ. നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഓണർ ഉടമ അമ്മ മകളോട് പറഞ്ഞു. അമ്മ എന്ന് വെച്ചാൽ മകൾ, അമ്മ എന്ന് വെച്ചാൽ മദർ, മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. പറഞ്ഞു. ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മദർ പറഞ്ഞു. അപ്പം പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ടെൽ. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ടെലിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ടോൾഡ്. മദർ ടോൾഡ്. ആരോടാ പറഞ്ഞത്? മദർ ടോൾഡ് ഹെർ, അവളുടെ മകളോട്. മദർ ടോൾഡ് ഹെർ ഡോട്ടർ. മദർ ടോൾഡ് ഹെർ ഡോട്ടർ. എന്താ പറഞ്ഞത്? ഗീവ് ഇറ്റ് ബാക്ക്. തിരികെ കൊടുക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഗീവ് ഇറ്റ് ബാക്ക് ആർക്കാണ്? ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ. അപ്പോൾ ഗീവ് ഇങ്ങോട്ട് കാണില്ല തോന്നുന്നു. മദർ ടോൾഡ് ഹെർ ഡോട്ടർ ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ. അപ്പോൾ നമ്മൾ തിരികെ നമുക്ക് ഇങ്ങനെയും പറയാം, റിട്ടേൺ ദിസ് ടു ദ ഓണർ. അപ്പോൾ ഇവിടെ ഞാൻ ഈ മലയാളം സെൻറ്റൻസ് അനുസരിച്ചിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഗീവ് ഇറ്റ് ബാക്ക് നമ്മൾ റിട്ടേണും യൂസ് ചെയ്യാം ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ 10th പോയിന്റ് എന്താ? അത് ഉടമയ്ക്ക് തിരികെ കൊടുക്കൂ എന്ന് അമ്മ മകളോട് പറഞ്ഞു. മദർ ടോൾഡ് ഹെർ ഡോട്ടർ ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ. ഇതാണ് 10th പോയിന്റ്. അപ്പോൾ ടോട്ടൽ ഒരു 15 പോയിന്റ് ആകുമ്പോൾ ഈ കഥ അവസാനിക്കും. ഇനി ഒരു 5 പോയിന്റ്സും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 11th പോയിന്റ് എന്താ? മകൾ സമ്മതിച്ചു. മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. സമ്മതിക്കുക, അഗ്രി. അപ്പോൾ ഇത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മളിതിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതും. അപ്പോൾ അഗ്രിയുടെ കൂടെ ഈഡിയും കൂടെ ചേർത്ത് അഗ്രീഡ്. മകൾ സമ്മതിച്ചു, ഡോട്ടർ അഗ്രീഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇതൊരു സ്മോൾ സെൻറ്റൻസ് ആണ്. ദ ഡോട്ടർ അഗ്രീഡ്. അപ്പോൾ ഇതാണ് 11th പോയിന്റ്. മകൾ സമ്മതിച്ചു, ദ ഡോട്ടർ അഗ്രീഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 12th പോയിന്റ് എന്താ? അവർ ഒരുമിച്ച് പോയി ഉടമയെ കണ്ടെത്തി. ഇവിടെ അവർ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയും മകളെയാണ്. അവർ എന്ന് വെച്ചാൽ ദേ. ഒരുമിച്ചിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടുഗദർ. പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഇത് പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പോയിക്ക് നമ്മൾ വെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതാൻ പറ്റും. പോയി, വെൻറ്റ്. ഉടമ എന്ന് വെച്ചാൽ എന്താ? ഓണർ. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഫൈൻഡ്. അപ്പോൾ ഫൈൻഡ് പാസ്റ്റ് ഫോം എന്താ? ഫൗണ്ട്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവർ ഒരുമിച്ച് പോയി ഉടമയെ കണ്ടെത്തി. അവർ എന്ന് വെച്ചാൽ ദേ. പോയി എന്ന് വെച്ചാൽ വെൻറ്റിൻ്റെ ഇത് പോയി പാസ്റ്റ് ഫോം ആണ്. അപ്പോൾ ദേ വെൻറ്റ് ടുഗദർ. അപ്പോൾ ഇവിടെ വെൻറ്റ് വന്നാൽ അറിയാമല്ലോ, പോയി എന്ന് വെച്ചാൽ ഇത് ഗോ. 3 ഫോം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യാം വെൻറ്റ്. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ ഇവിടെ എഴുതണം. അവർ ഒരുമിച്ച് പോയി. ദേ വെൻറ്റ് ഒരുമിച്ച്. ദേ വെൻറ്റ് ടുഗദർ. അവർ ഒരുമിച്ച് പോയി. ദേ വെൻറ്റ് ടുഗദർ. എന്നിട്ട് എന്താ? ദേ വെൻറ്റ് ടുഗദർ. ഉടമയെ കണ്ടെത്തി. ഉടമ എന്ന് വെച്ചാൽ എന്താ? ഓണർ. ആൻഡ് ഫൗണ്ട്. ഇവിടെ എന്താ ഫൗണ്ട് എന്ന് വന്നത്? ഇപ്പം നമുക്ക് ഫൈൻഡ് ദ ഡോട്ടർ എന്ന് എഴുതാൻ പറ്റില്ല, കാര്യം ഇത് പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. അപ്പോൾ
ഫൗണ്ട് ദ ഓണർ. ദേ വെൻറ്റ് ടുഗദർ ആൻഡ് ഫൗണ്ട് ദ ഓണർ. ഇവിടെ എന്താ ഫൗണ്ട് വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട്. ഇവിടെ വെൻറ്റ് വന്നത് എന്താണെന്ന് അറിയാലോ? ഗോ വെൻറ്റ് ഗോൺ. ഇപ്പോൾ ടോട്ടൽ ഗോയുടെ 3 ഫോംസ് ഉണ്ട്. അപ്പം വെൻറ്റ് ആ പാസ്റ്റ് ഫോം എടുത്താണ് നമ്മൾ ഇവിടെ എഴുതിയത്. ദേ വെൻറ്റ് ടുഗദർ ആൻഡ് ഫൗണ്ട് ദ ഓണർ. അവർ ഒരുമിച്ച് പോയി ഉടമയെ കണ്ടെത്തി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ? അവരുടെ സത്യസന്ധതയ്ക്ക് ഉടമ നന്ദി പറഞ്ഞു. അപ്പോൾ അവരുടെ സത്യസന്ധതയ്ക്ക് ഉടമ നന്ദി പറഞ്ഞു. അതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഇതും ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം ഇവിടെ എന്താ? ഓണർ. ഉടമ എന്ന് വെച്ചാൽ എന്താ? ഓണർ. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? താങ്ക്സ്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹോണസ്റ്റി എന്ന് പറയാം. അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറയുന്നത്? ട്രൂത്ത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ട്രൂത്ത്. ഇവിടെ സത്യസന്ധതയ്ക്ക് നമുക്ക് ഹോണസ്റ്റി എന്ന് യൂസ് ചെയ്ത് എഴുതാം. അവരുടെ സത്യസന്ധതയ്ക്ക് ഉടമ നന്ദി പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതും ഒരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഉടമ ദ ഓണർ. നന്ദിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? താങ്ക്സ്. അപ്പോൾ ഇവിടെ ദ ഓണർ താങ്ക്ഡ് എന്നായി. കാര്യം എന്താ? ഇത് പാസ്റ്റ് ഫോം ആയതുകൊണ്ട് ദ ഓണർ താങ്ക്ഡ് അവരുടെ സത്യസന്ധതയ്ക്ക് ഉടമ നന്ദി പറഞ്ഞു. ദ ഓണർ താങ്ക്ഡ് ദം. ഇവിടെ ദം അവരുടെ സത്യസന്ധതയ്ക്ക് അവരോട് ഉടമ നന്ദി പറഞ്ഞു എന്നല്ല മലയാളത്തിൽ. അപ്പം അവരോട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ദം റബ്ബ് ചെയ്യുവാണ്. കാര്യം അവരുടെ സത്യസന്ധതയ്ക്ക് അവരോട് നിന്നാണെങ്കിൽ ഇവിടെ ദം വരും. ദ ഓണർ താങ്ക് ദം അവരോട്. പക്ഷേ ഇവിടെ അവരോട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ദം റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ എന്താ? ദ ഓണർ താങ്ക്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ സത്യസന്ധതയ്ക്ക്. ഫോർ അവരുടെ സത്യസന്ധത, ഹോണസ്റ്റി. ദ ഓണർ താങ്ക്ഡ് ഫോർ ദെയർ ഹോണസ്റ്റി. അവരുടെ സത്യസന്ധതയ്ക്ക് ഉടമ നന്ദി പറഞ്ഞു. ദ ഓണർ താങ്ക്ഡ് ഫോർ ദെയർ ഹോണസ്റ്റി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 14th പോയിന്റ് എന്താ? ശരിയായ കാര്യം ചെയ്തതിൽ മകൾക്ക് അഭിമാനം തോന്നി. അപ്പം ശരിയായ കാര്യം എന്ന് വെച്ചാൽ എന്താ? ഗുഡ് തിങ്. ചെയ്തതിൽ മകൾക്ക് എന്ന് വെച്ചാൽ എന്താ? ഡോട്ടർ. അഭിമാനം എന്ന് വെച്ചാൽ പ്രൗഡ്. തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ടെൻസ് ആക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ശരിയായ കാര്യം ചെയ്തതിൽ മകൾക്ക് അഭിമാനം തോന്നി. ദ ഡോട്ടർ തോന്നി. അപ്പോൾ ഇവിടെ തോന്നി എന്ന് വെച്ചാൽ എന്താ? ഫീൽ. അതിൻ്റെ പാസ്റ്റ് ഫോം എന്താ എഴുതേണ്ടത്? ദ ഡോട്ടർ ഫെൽറ്റ്. ഇത് നമ്മൾ ഫീലിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഫെൽറ്റ്. ദ ഡോട്ടർ ഫെൽറ്റ്. എന്താ ഫെൽറ്റ് ആയത്? എന്താ തോന്നിയത്? പ്രൗഡ്. അഭിമാനം. ദ ഡോട്ടർ ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഡൂയിങ്. എന്ത് ചെയ്തതില്ല? ഓഫ് ഡൂയിങ് ഗുഡ് തിങ്. ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ശരിയായ കാര്യം റൈറ്റ് തിങ് എന്നാണ് കേട്ടോ. ഡൂയിങ് ദ റൈറ്റ്. ഗുഡ് തിങ് എന്ന് വെച്ചാൽ നല്ല കാര്യം. ഇത് ശരിയായ കാര്യം എന്നായതുകൊണ്ടാണ് ഞാനിവിടെ റൈറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഗുഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഗുഡ് എന്നല്ല, റൈറ്റ് തിങ് എന്നാണ്. റൈറ്റ് തിങ്. അപ്പം ശരിയായ കാര്യം ചെയ്തതിൽ മകൾക്ക് അഭിമാനം തോന്നി. ദ ഡോട്ടർ ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പോൾ ഇതാണ് 14th പോയിന്റ്. അപ്പോൾ ഫെൽറ്റ് വന്ന എന്താ? ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ്. അപ്പോൾ അതുകൊണ്ട് ഫെൽറ്റ് വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് 15th പോയിന്റ്. അങ്ങനെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. ലാസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു മോറലായിട്ട് പറയുന്നതാണ് കേട്ടോ. സത്യസന്ധതയ്ക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും. അപ്പോൾ സത്യസന്ധത നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിലും പഠിച്ചായിരുന്നു. സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി. സത്യസന്ധത, ഹോണസ്റ്റി. എപ്പോഴും എന്ന് വെച്ചാൽ എന്താ? എപ്പോഴും, ആൾവേസ്. പ്രതിഫലം ലഭിക്കുക അതിൻ്റെ റിവാർഡഡ് അല്ലെങ്കിൽ പുരസ്കാരം, അതിനൊക്കെ നമ്മൾ റിവാർഡഡ് എന്ന് നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ സത്യസന്ധതയ്ക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും. അതെങ്ങനെയാ? ഇതൊരു മോറലാണേ. ഹോണസ്റ്റി. മോറൽ എന്ന് വെച്ചാൽ ഒരു പാഠം. ലാസ്റ്റ് നമ്മളൊരു കഥയുടെ
ഒരു ഒരു ഉൾപ്പാടം പറയത്തില്ലേ അതുപോലെ ഹോണസ്റ്റി ഈസ് ആൾവേസ് റിവാർഡഡ്. ഹോണസ്റ്റി, ഇപ്പോൾ ഈ ഒരു കഥയുടെ ഒരു മോറലാണ്, ഈ കഥയുടെ ഒരു പാഠം എന്ന് വെച്ചാൽ സത്യസന്ധതയ്ക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും. ഹോണസ്റ്റി ഈസ് ആൾവേസ് റിവാർഡഡ്. അതാണ് 15th പോയിന്റ്. അപ്പം ഈ കഥയുടെ എന്തായിരുന്നു? സത്യം എപ്പോഴും വിജയിക്കുന്നു. ട്രൂത്ത് ഓൾവേസ് വിൻസ്. ഇതായിരുന്നു കഥയുടെ പേര്. അപ്പം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു, സത്യസന്ധതയ്ക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും. ഹോണസ്റ്റി ഈസ് ആൾവേസ് റിവാർഡഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം അടുത്ത ടോപ്പിക്കുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.